Hello, my dear students. Welcome back to Isaac's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ നമ്പർ 10 സെക്കൻഡ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിലെ എക്സ്പ്രഷൻ ഫോർ ഫ്ലൂയിഡ് പ്രഷർ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് പോകുന്നതിന് മുന്നേ ആ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ പ്രഷറിനെ കുറിച്ചും ഫ്ലൂയിഡ്സിനെ കുറിച്ചുള്ള ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷമാണ് നമ്മൾ എക്സ്പ്രഷൻ ഫോർ ഫ്ലൂയിഡ് പ്രഷറിലേക്ക് പോകുന്നത്. ഈ ചാപ്റ്ററിൽ ബെർണോളിസ് തിയറം എന്നൊരു കൺസെപ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ചോദിച്ചിട്ട് വരുന്ന കൺസെപ്റ്റ്. ഒരു ലെങ്തി ചാപ്റ്റർ ആണ്, ഒരുപാട് കണ്ടന്റ് നമുക്ക് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ വീഡിയോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എക്സ്പ്രഷൻ ഫോർ ഫ്ലൂയിഡ് പ്രഷർ ആണ്. അതിനു മുന്നേ കുറച്ച് ബേസിക് ആയ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് പോലെ കുറച്ച് ബേസിക് ആയ ഫ്ലൂയിഡ്സിന്റെ കണ്ടന്റ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. Both liquids and gases can flow and they are together called fluids. ഒഴുകുന്നത് എയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗ്യാസ് ആയിക്കോട്ടെ ലിക്വിഡ് ആയിക്കോട്ടെ, ഒഴുകുന്നതിനെ നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഈ ഫ്ലൂയിഡ്സ് ലിക്വിഡും ഗ്യാസസ് കൂടി ഒരുമിച്ച് വരികയാണ്. അപ്പൊ ഏതൊക്കെയാണ് ഫ്ലോ ചെയ്യുന്നത് അതിനെ നമ്മൾ ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കാം. ഫ്ലൂയിഡ്സ് ഹാവ് നോ ഡെഫിനിറ്റ് ഷേപ്പ് ഓഫ് ഇറ്റ്സ് ഓൺ. നമുക്കറിയാം ഒരു കണ്ടെയ്നർ അതിന് പ്രത്യേക ഷേപ്പ് ഉണ്ടാവില്ല. ലിക്വിഡ് ആകുമ്പോൾ നമുക്കറിയാം ഇത് കണ്ടെയ്നർ ആണോ, കണ്ടെയ്നർ ഷേപ്പ് ആണ് എന്ത് ചെയ്യുക, ലിക്വിഡ്സ് അറ്റൈൻ ചെയ്യുക. അപ്പോൾ ഫ്ലൂയിഡ്സിന് എന്താ ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ദയർ ഓൺ ഉണ്ടാവില്ല. ഡെൻസിറ്റി ആൻഡ് റിലേറ്റീവ് ഡെൻസിറ്റി നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് ഡെൻസിറ്റി എന്താണെന്നാണ്. നമുക്ക് അറിയുന്ന ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ തന്നെ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നൊരു കൺസെപ്റ്റ് നമുക്ക് കൂടെ കിട്ടാനുണ്ട്. കാരണം ചില പ്രോബ്ലംസ് നമുക്ക് ആ വാല്യൂ തരില്ല, അത് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ അതുകൂടി നമ്മൾ ഈ ടോപ്പിക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Density rho is equal to mass per volume. It is a positive scalar quantity. അതൊരു പോസിറ്റീവ് സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് പെർ വോളിയം ആണ്. ഒരുപാട് ഡെൻസിറ്റി ഉണ്ട്, നമ്പർ ഡെൻസിറ്റി ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാസ് ഡെൻസിറ്റി റോ, ദാറ്റ് ഇസ് മാസ് പെർ വോളിയം. അതൊരു പോസിറ്റീവ് സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം മീറ്റർ റേസ് ടു -3 ആണ്. ഡയമെൻഷൻ ml റേസ് ടു -3. അപ്പോൾ യൂണിറ്റ് ഡയമെൻഷൻ നോക്കി. Then what is the relative density of a substance? Is the ratio of its density to the density of വാട്ടർ. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ഡെൻസിറ്റി ഓഫ് റിലേറ്റീവ് ഡെൻസിറ്റി ചോദിക്കോ അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ചോദിക്കുമ്പോഴോ ഡെൻസിറ്റി ഓഫ് വാട്ടർ തരില്ല. അപ്പോൾ അത് അറിഞ്ഞിരിക്കണം എത്രയാണ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, അതായത് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഒരു മീറ്റർ ക്യൂബിൽ 1000 കിലോഗ്രാം വാട്ടർ ആണ് എന്ത് ഉണ്ടാവുക. അതാണ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. It is a dimensionless positive scalar quantity ആണ്. It is also called specific gravity. അതായത് റിലേറ്റീവ് ഡെൻസിറ്റിനെ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വിളിക്കാറുണ്ട്. അതൊരു ഡയമെൻഷൻ ഇല്ല, അത് ഡയമെൻഷൻലെസ് പോസിറ്റീവ് സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആക്സിഡന്റോട് ഗ്രാവിറ്റിയോ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് ബന്ധപ്പെടുത്താൻ നോക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. അതിന് ഡയമെൻഷൻ ഇല്ല, അതൊരു പോസിറ്റീവ് സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. And density of a substance is equal to relative density into density of water. അപ്പോൾ relative density തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് കാണാൻ കഴിയും. കാരണം ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാം 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്, അതായത് 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സോ ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം, ഓർത്തിരിക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി എന്നത് റിലേറ്റീവ് ഡെൻസിറ്റി ആണെന്നും ഓർത്തിരിക്കാം. പ്രഷർ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സ്ട്രെസ്സും സ്ട്രെയിൻ ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞാണ് സ്ട്രെസ്സും പ്രഷറും ഒരേ ഡയമെൻഷനാണ്, ഒരേ യൂണിറ്റ് ആണെങ്കിൽ കൂടി. എങ്കിൽ ഈ ചാപ്റ്ററിൽ ഈ പ്രഷർ എന്ന ടേം ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത്. ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് പ്രഷർ നമ്മൾ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാൻ കാരണം. So pressure is defined as the normal force, that is thrust. Thrust is defined as the normal force, it's perpendicular acting on a surface, exerted by the fluid per unit area. ഒരു യൂണിറ്റ് ഏരിയയിൽ പെർപെൻഡിക്കുലർ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്നത്. അപ്പോൾ ഫോഴ്സ് പെർ ഏരിയ ആണ് പ്രഷർ. ഇഫ് എഫ് is the magnitude of the normal force acting on a area A, then P is equal to normal force by area, we can say thrust by area, so F by A. അപ്പോൾ പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് F by A. Pressure is a scalar quantity and the unit is Newton meter raised to -2 or പാസ്കൽ. അപ്പോൾ സ്ട്രെസ്സിന്റെയും അതേ സംഭവം നമ്മൾ പറഞ്ഞു. പക്ഷെ സ്ട്രെസ് പറയുമ്പോൾ ഫോഴ്സ് ബൈ ഏരിയ ആണ്, പക്ഷെ പ്രഷർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം ത്രസ്റ്റ് ബൈ ഏരിയ. ത്രസ്റ്റ് എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ഫോഴ്സ് വിളിക്കുന്ന പേരാണ് ത്രസ്റ്റ്. അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ, യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 ആണ്, അല്ലെങ്കിൽ പാസ്കൽ. അതർ യൂണിറ്റ്സ്, കാരണം പ്രഷറിന് ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ യൂണിറ്റ് ഇത് വൺ വേർഡിന് വരുന്ന ഒരു ഭാഗമാണ്, അതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. എ കോമൺ യൂണിറ്റ് ഓഫ് പ്രഷർ ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ദാറ്റ് ഇസ് ATM എന്ന് പറയും. 1 ATM എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് നോക്കാം.
1 ATM is equal to 1.01325 10 raised to 5 Pascal. One word എന്ന് പറയുന്ന ഒരു കാര്യമാണ്. So 1 ATM means 1.01325 10 raised to 5 Pascal. അപ്പോൾ എന്താ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീ ബെഡിൽ അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന ആ ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് പെർ ഏരിയ നമ്മൾ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയാം അത് 1.01325 10 raised to 5 Pascal ആണ്. This is the pressure exerted by the atmosphere at the sea level. അതിന് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് വിളിക്കുന്നത്. 1 bar is equal to 10 raised to 5 Pascal. ബാറും പ്രഷറിന്റെ അല്ലെങ്കിൽ യൂണിറ്റ് ആണ് 1 bar is equal to 10 raised to 5 Pascal. And 1 torr is equal to 133 Pascal. A pressure equivalent of 1 millimeter of Hg. അപ്പോൾ 76 സെന്റിമീറ്റർ ഓഫ് എച്ച് ജി ആണ് 1 അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്നത്. അത് 101,325 പാസ്കൽ ആണ്. ദാറ്റ് ഇസ് 1,0325 പാസ്കൽ ആണ് 76 സെന്റിമീറ്റർ ഓഫ് എച്ച് ജി എന്ന് പറയുന്നത്. അത് 1 ATM ആണ്. So 76 millimeter of Hg, കാരണം 76 സെന്റിമീറ്റർ മില്ലിമീറ്ററിൽ കൺവേർട്ട് 760 millimeter of Hg is equal to 101,325 പാസ്കൽ എന്നും എന്ത് ചെയ്യാം നമുക്ക് അത് പറയാം. അപ്പൊ ഇതാണ് ബാർ, ടോർ, ATM ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഓർത്തിരിക്കാം. കാരണം ഇതിലൊക്കെ എന്താണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറ് ചോദിക്കാറുണ്ട്. അപ്പൊ അതാണ് ഇതിൽ എന്ത് ചെയ്യേണ്ട ഓർക്കേണ്ടത്. പ്രോബ്ലം വരുമ്പോൾ പൊതുവേ പാസ്കൽ എന്നോ അല്ലെങ്കിൽ ATM ഒക്കെയാണ് വരിക. അപ്പൊ അതിന്റെ കൺവേർഷൻ കൂടി എന്ത് ചെയ്യാം മനസ്സിലാക്കി വെക്കാം. 1 millimeter of H is equal to 101,325 divided by 760 is equal to 133.3 Pascal. So 1 millimeter of H is equal to 133.3 Pascal. The comparison of stress and pressure. Both are equal ആണ്. പക്ഷെ ഒറ്റ ഡിഫറൻസ് ചെയ്യുള്ളൂ. സ്ട്രെസ് ഇസ് ഫോഴ്സ് പെർ ആക്ടിങ് യൂണിറ്റ് ഏരിയ ആണ്. പ്രഷർ ആകുമ്പോൾ നോർമൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പാസ്കൽ ആണ്. രണ്ടിന്റെ യൂണിറ്റും ഡയമെൻഷൻ സെയിം ആണ്. M L raised to -2 T raised to -2 ആണ്. സ്ട്രെസ് may or may not be perpendicular to surface. പക്ഷെ pressure is always perpendicular to surface എന്ന് പറയാ. Both are scalar quantities. So the main difference between stress and pressure is the pressure means normal force per area and stress means force per area. എക്സ്പ്രഷൻ ഫോർ ഫ്ലൂയിഡ് പ്രഷർ. അപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പിക്. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ഡെറിവേഷൻ ആണ് ഫ്ലൂയിഡ് പ്രഷർ. കാരണം ഒരു ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു കണ്ടെയ്നറിൽ നമ്മൾ കുറച്ച് വെള്ളം എടുക്കുകയാണെങ്കിൽ ആ വെള്ളം ആ ഫ്ലൂയിഡ് ആ കണ്ടെയ്നറിൽ നിന്ന് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അവിടെ പ്രഷർ ഉണ്ടാവും. അപ്പോൾ ആ പ്രഷറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രഷറിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കണ്ടെയ്നർ എടുത്തു. ആ കണ്ടെയ്നറിൽ ജസ്റ്റ് ഒരു വാട്ടർ കോളം കൺസിഡർ ചെയ്യുന്ന സിലിണ്ടറിക്കൽ ഫോമിൽ കൺസിഡർ ചെയ്യാണ്. വാട്ടർ കോളത്തിന്റെ ഡെപ്ത് നമ്മൾ അതിന്റെ ഹൈറ്റ് എച്ച് ആക്കി എടുത്തു. അതിൽ പി എന്നൊരു പോയിന്റ് ഉണ്ട്. ആ പി എന്ന പോയിന്റിൽ ആ വാട്ടർ കോളം എക്സേർട്ട് ചെയ്യുന്ന വെയിറ്റ് ആണ് mg എന്ന് പറയുന്നത്. ഡൗൺവേർഡ്സ് ആണ്. പി എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ്. കാരണം വെള്ളത്തിന് മേലെ അറ്റ്മോസ്ഫിയർ ഉണ്ട്. അപ്പോൾ അറ്റ്മോസ്ഫിയർ വെള്ളത്തിൽ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് പി എന്നോട് മാർക്ക് ചെയ്യാൻ കാരണം. So to calculate the pressure P at a point O, which is situated at the depth of H from the surface of the fluid, consider imaginary cylindrical fluid column as a figure above. അപ്പോൾ നമ്മൾ തന്ന ഫിഗർ പോലെ ഒരു സിലിണ്ടറിക്കൽ ഇമാജിനറി കൺസിഡർ ചെയ്തു. അത് സിലിണ്ടറിക്കൽ കൺസിഡർ ചെയ്യാൻ കാരണം അതിന്റെ ഷേപ്പോ സൈസോ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഏത് ഷേപ്പ് ആയാലും കുഴപ്പമില്ല. കാരണം ഇക്വേഷൻ വരുമ്പോൾ അതിൽ നമുക്ക് ഷേപ്പോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അവിടെ ഫാക്ടർ ആയിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ സിലിണ്ടറിക്കൽ കോളം കൺസിഡർ ചെയ്തു. ആ സിലിണ്ടറിക്കൽ കോളത്തിന്റെ വെയിറ്റ് ആണ് mg എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ മോള് പി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, വാട്ടറിന്റെ മോള് അറ്റ്മോസ്ഫിയർ ഉണ്ട്. അറ്റ്മോസ്ഫിയർ പ്രഷറാണ് പി എന്ന് പറയുന്നത്. So normal force acting on the area A equal to, അപ്പോൾ A എന്ന ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് that is equal to weight of the fluid column in the downward direction. കാരണം ആ ഏരിയയിൽ അല്ലെങ്കിൽ ആ പി എന്ന പോയിന്റ് ഉണ്ടാവുന്ന ആ ഏരിയയിൽ ആ വെയിറ്റ് mg എന്ന വെയിറ്റ് ആണ്, ആ ഫ്ലൂയിഡ് വെയിറ്റ് ആണ് അവിടെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം F equal to mg ആണ്. M എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ഫ്ലൂയിഡ് കോളം ആണ്. ആൻഡ് മാസ് എന്ന് പറഞ്ഞാൽ വോളിയം ഡെൻസിറ്റി ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ മാസ് ഇസ് ഇക്വൽ ടു വോളിയം ഡെൻസിറ്റി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മാസ് ഇസ് ഇക്വൽ ടു വോളിയത്തിന് H കൊടുക്കാൻ കാരണം ആ സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഏരിയ ഓഫ് ദ ബോട്ടം ആണ്, എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. അപ്പോൾ ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്ന വോളിയം, അങ്ങനെയാണ് എച്ച് കിട്ടിയത്. അപ്പോൾ മാസ് ഇസ് ഈക്വൽ ടു വോളിയമിന് ഡെൻസിറ്റി ആകുമ്പോൾ എച്ച് ഇൻറ്റു റോ ആവും. കാരണം വോളിയം ആണ് അവിടെ എച്ച് ആയിട്ട് മാറിക്കുന്നത്. അപ്പോൾ നമുക്ക് എഫിന് എന്ത് കൊടുക്കാം, എഫ് ഈക്വൽ ടു എ എച്ച് റോ ജി. അപ്പോൾ നമുക്ക് ഫോഴ്സ് കിട്ടി എ എച്ച് റോ ജി. നമുക്ക് ഇനി പ്രഷർ കാണാൻ ഫോഴ്സ് ബൈ ഏരിയ കണ്ടാൽ മതി. സോ pressure is equal to force by area A H rho G divided by A cut cancel ചെയ്ത് പോയി. So H rho G is the expression for fluid pressure. അപ്പോൾ ഇത് നമ്മൾ വിളിക്കുന്ന ഒരു ഗേജ് പ്രഷർ എന്നാണ്. ഗേജ് പ്രഷർ മീൻസ് എക്സസ് പ്രഷർ എന്നാ പറയാം. എന്തുകൊണ്ടാണ് എക്സസ് പ്രഷർ എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ മുകളിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ട്. അപ്പോൾ ആ അറ്റ്മോസ്ഫിയറിനെക്കാളും കൂടുന്ന ഒരു ടേമാണ് എച്ച് റോ ജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ എക്സസ് പ്രഷർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ നോൺ ആസ് ഗേജ് പ്രഷർ എന്നും പറയും. Since we consider the pressure produced by the fluid column alone, if we consider the pressure exerted by the atmospheric also, then the
actual pressure or absolute pressure at O is equal to PT is equal to PA plus H rho G. കാരണം ആ വാട്ടർ കോളം ഉണ്ടെങ്കിൽ തന്നെ വാട്ടർ കോളത്തിന് മേലെ അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തം പ്രഷർ കാണണമെങ്കിൽ ആ അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടെ കൂട്ടണം. അതാണ് PT is equal to PA plus H rho G. ആ PA എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ വാട്ടറിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ്. H rho G എന്ന് പറഞ്ഞാൽ ആ ലിക്വിഡ് അവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ്. Gauge pressure H rho G is known as PT minus PA is the excess of pressure or pressure difference between the top and bottom portion of the fluid column consider. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, താഴേക്ക് പോകും തോറും പ്രഷർ കൂടുകയാണ്. ജി മാറിയാൽ അപ്പോൾ ഗ്രാവിറ്റേഷൻ മാറുക, കാരണം ഭൂമിയിൽ ഒരേ ഒരു സെയിം ആണ്, പക്ഷേ ഇക്വേറ്ററിലും പോളാർ റീജിയനിലൊക്കെ മാറാം. അപ്പോൾ അതിനനുസരിച്ചും പ്രഷർ മാറാം. ഡെൻസിറ്റി മാറുമ്പോൾ, കാരണം ഉപ്പുവെള്ളം ഉപയോഗിച്ചു അല്ലെങ്കിൽ കെറോസിൻ പെട്രോളൊക്കെ മാറി മാറി ലിക്വിഡ് ഉപയോഗിക്കണം, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡെൻസിറ്റി എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡെൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് എച്ച് എന്ന ടേമിനെയും റോ എന്ന ടേമിനെയും ജി എന്ന ടേമിനെയാണ്, അല്ലാതെ ഷേപ്പിനെയോ സൈസിനോ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ഒരു കോളം, സിലിണ്ടറിക്കൽ കോളം റെക്ടാങ്കിൾ കോളം എന്ത് കൺസിഡർ ചെയ്താൽ എന്ത് ചെയ്യുന്നില്ല, അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാരണം പ്രഷർ ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ 3 factors which is height and rho density and acceleration due to gravity. ഒരു ബോട്ടിലിൽ കുറച്ച് വാട്ടർ ഉണ്ട്. അപ്പോൾ വാട്ടർ ആ ബോട്ടിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കാം. ഒരു ബോട്ടിലിൽ ഒരു വാട്ടർ എക്സേർട്ട് ഡൗൺവേർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ സൈഡ് വേർഡ്സ് എന്ത് ചെയ്യും, അതിന്റെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫോഴ്സ് കൊണ്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബേസിൽ തന്നെ അതുപോലെ തന്നെ സൈഡ് വൈസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് ഫ്ലൂയിഡ്സ്. അപ്പോൾ ആ ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കൊണ്ടാണ് അവിടെ പ്രഷർ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ബോട്ടിലിൽ ഓരോ പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹോള് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ആ ഹോള് കൺസിഡർ ചെയ്യാൻ നമുക്ക് ഡിഫറെന്റ് 5 ലെയേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ലെയറിൽ ഫസ്റ്റ് ലെയറിന്റെ വെയിറ്റ് കൊണ്ടുണ്ടാകും ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. തേർഡ് ലെയറിൽ ഫസ്റ്റും സെക്കൻഡും വാട്ടർ ലെവലിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഫോർത്തിലാണെങ്കിൽ 1ഉം 2ഉം 3ഉം ഉള്ള വാട്ടറിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, വെയിറ്റ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഇനി സോ അങ്ങനെ പോകും അതായിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ പോയിന്റ് 1 2 3 4 5 എന്ന ഓരോ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മുകളിൽ ലെസ് പ്രഷറാണ്, താഴെ പ്രഷർ കൂടുതൽ, കാരണം താഴേക്ക് വരുന്നതോറും പ്രഷർ കൂടും. അതൊക്കെ മനസ്സിലാവാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഒരു ഹോൾ ഇടാം. അപ്പോൾ ടോപ്പിൽ ഹോൾ ഇടുമ്പോൾ ആ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്, കാരണം അതിൽ കുറച്ച് പ്രഷർ ഉണ്ടാവുള്ളൂ മുകളിലാകുമ്പോൾ. ഇനി കുറച്ചുകൂടി താഴേക്ക് നമ്മൾ വരികയാണ്, താഴേക്ക് വന്നിട്ട് എന്ത് ചെയ്യും, ഒരു ബോട്ടിൽ ഇതേപോലെ സിമിലർ ഹോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ കുറച്ചുകൂടി എന്ത് ചെയ്യും, അത് പുറത്തേക്ക് വരും. കാരണം താഴേക്ക് വരുന്നതോറും എന്താണ്, പ്രഷർ കൂടുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അതേപോലെ താഴേക്ക് ഇട്ടിട്ട് വരികയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, വാട്ടർ കുറേ കൂടി ഫോഴ്സിൽ പുറത്തേക്ക് പോകുന്നത് കാണാം. അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് വരുന്തോറും എന്താണ്, അവിടെ പ്രഷർ കൂടുകയാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ എക്സ്പെരിമെന്റ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, മുകളിൽ ലെസ് പ്രഷറും താഴെ എന്തായിരിക്കും, കൂടുതൽ പ്രഷർ ആയിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റും. So hope these concepts are very clear to you. If you have any doubts, free ask through comments. Thank you for watching. Thank you.